ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഉള്ളി മുളക് ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അധികം മസാലകളൊന്നും ചേർക്കാണ്ടുള്ള ഒരു ഉള്ളി മുളക് ബീഫാണ് ഇത്. അപ്പം നമുക്ക് ഈ ബീഫ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 200 ഗ്രാം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചെറിയ ഉള്ളി ഒന്ന് വാടി വരട്ടെ, അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 10 വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി നീളനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഞാൻ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി നമ്മൾ കട്ട് ചെയ്യാണ്ടാണ് ചേർത്തിട്ടുള്ളത്. ഉള്ളി ഇവിടെ ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ ഇടിച്ച മുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് ഇടിച്ച മുളകിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ വരുത്താട്ടോ, കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മുളകിൻ്റെ ഒക്കെ പച്ച മണം മാറുന്ന വരയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബീഫിന് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയും ക്രഷ്ഡ് ചില്ലിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറണ വരയ്ക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ ചില്ലി പൗഡറൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ 1 കിലോ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആവണ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ബീഫ് ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുക്കർ മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 6 വിസിൽ വരെ ബീഫ് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 6 വിസിലാണ് അടിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളുടെ കുക്കറിൻ്റെ അനുസരിച്ചും ബീഫിൻ്റെ വേവ് തീരുമാനിക്കണം കേട്ടോ. ഇപ്പോൾ ബീഫൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റീമൊക്കെ പോയതിന് ശേഷം കുക്കർ തുറന്നെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അത് നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ബീഫിൻ്റെ ചാറൊക്കെ ഇവിടെ വറ്റി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചാറിൻ്റെ അളവൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് തീരുമാനിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചാറ് മതി എന്നുണ്ടെങ്കിൽ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി വറ്റിച്ചെടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ബീഫിൻ്റെ ചാറൊക്കെ ഇവിടെ നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട്. നമ്മുടെ അധികം മസാലകളൊന്നും ഇല്ലാണ്ടുള്ള ഉള്ളി മുളക് ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ. അപ്പോൾ കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അധികം മസാലയൊന്നും ഇല്ലെങ്കിലും ഈ ഒരു ബീഫിന് അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് പറയണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.